ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കരിക്ക് വെച്ച് നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലം പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ചൂടത്ത് നമുക്ക് നല്ല തണുപ്പിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. കരിക്കിൻ്റെ ഐസ്ക്രീം ആയാലും പുഡിങ് ആയാലും ഷെയ്ക്ക് ആയാലും ഒക്കെ ഒരു എക്സ്ട്രാ ടേസ്റ്റ് തന്നെയല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഒരു പുഡിങ്ങും നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമുക്ക് എങ്ങനെയാണ് പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ പ്ലെയിൻ ആയിട്ടുള്ള ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ അഗർ പൗഡർ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായാലും ഉപയോഗിക്കുക. എനിക്കിപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 10 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു 9 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു കരിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് ആ വെള്ളം ഒന്ന് ജെല്ലി ആക്കിയിട്ട് എടുക്കാനാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഈ ഒരു 9 ഗ്രാം ചൈന ഗ്രാസ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് ഒരു ഗ്രാമോളം വരുന്നൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു 9 ഗ്രാം ചൈന ഗ്രാസ് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കണ്ട ഇതേപോലെ ബാക്കി ആ ഒരു 9 ഗ്രാം ചൈന ഗ്രാസ് ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചൈന ഗ്രാസ് ഒന്ന് നമുക്ക് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ സാധാ പച്ചവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് സോക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നന്നായിട്ട് സോക്കായിട്ട് വന്നതിന് ശേഷം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒരു സോസ് പാനിലേക്ക് നമ്മുടെ ഒരു ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓണാക്കി ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഈ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. അത് നന്നായിട്ടൊന്നെല്ലാം ഒന്ന് മെൽറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക. ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് ആ ഒരു ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കരിക്കിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 3 കരിക്കിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം കുറവായിരുന്നു ഞാൻ എടുത്തിട്ടുള്ള കരിക്കിന്. അപ്പോൾ 3 കരിക്കിൽ നിന്നുള്ള വെള്ളം ഒരു 2.25 കപ്പ് 250 ml കപ്പിൽ ഒരു 2.25 കപ്പ് വെള്ളമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അരിച്ചിട്ട് ആ ഒരു 2.25 കപ്പ് കരിക്കിൻ്റെ വെള്ളം ഈ ഒരു ചൈന ഗ്രാസ് മെൽറ്റായിട്ടുള്ള ചൈന ഗ്രാസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിനുള്ള പഞ്ചസാര അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മധുരം വേണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറവാണെന്ന് തോന്നിയപ്പോൾ എക്സ്ട്രാ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കരിക്കിൻ്റെ മധുരത്തിനനുസരിച്ച് നമ്മുടെ ഈ ഒരു പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി നമുക്ക് ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ചൈന ഗ്രാസും ഈ ഒരു കരിക്കിൻ്റെ വെള്ളവും ആ ഒരു പഞ്ചസാരയൊക്കെ കൂടെ നന്നായിട്ട് മെൽറ്റായിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കമ്പൈനായിട്ട് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളയൊക്കെ വന്ന് നന്നായിട്ട് ഒരു ചൈന ഗ്രാസും കരിക്കിൻ്റെ വെള്ളവും ഒക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ആവാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു കരിക്കിൻ്റെ ഒരു ജെല്ലി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു പുഡിംഗ് ട്രേയിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ട് ഒന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് നന്നായിട്ട് ഒന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കരിക്കിൻ്റെ ഒരു പൾപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 2 കരിക്കിൻ്റെ പൾപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു കരിക്കിൻ്റെ ബാക്കിലുള്ള ഒരു തൊലി പോലത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് ആ ഒരു വൈറ്റ് പോർഷൻ കരിക്കിൻ്റെ ആ ഒരു പൾപ്പ് മാത്രമായിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിത് മുഴുവനായിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അത്യാവശ്യം കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കരിക്കൊന്ന് ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഏകദേശം ഒരു 1/4 കപ്പ് തുടങ്ങിയിട്ട് ഒരു 1/2 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒഴിച്ച് ഞാൻ വീണ്ടും ഒന്ന് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാണ്ട് മാക്സിമം ഫൈനായിട്ട് ഇത് അരച്ചെടുക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ഞാനിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കരിക്കിൻ്റെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കണം. നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് അരഞ്ഞിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ കരിക്കിൻ്റെ വെള്ളം നമ്മൾ ജെല്ലി ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ടിത് നല്ല സെറ്റായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ കഴിക്കാനാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഈ ഒരു ജെല്ലി ഇങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാൻ കേട്ടോ, നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഈ ഒരു ചൈന ഗ്രാസൊക്കെ ഈ ഒരു കറക്റ്റ് ക്വാണ്ടിറ്റി തന്നെ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെറിയ ക്യൂബ്സാക്കി ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുത്തി ഇളക്കാണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കരിക്കിൻ്റെ ആ ഒരു ജെല്ലി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ വേറൊരു പാത്രത്തിലും കൂടെ ബാക്കിയുള്ളത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ക്യൂബായിട്ട് നല്ല ക്യൂബ്സായിട്ട് നമ്മുടെ ഒരു കരിക്കിൻ്റെ ജെല്ലി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കാം. നമുക്ക് അടുത്തതായിട്ട് ഞാനൊരു അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ എടുക്കുന്നത്. 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 12 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 6 ഗ്രാം ചൈന ഗ്രാസൊക്കെ മതിയാവും. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പോലെ ചൈന ഗ്രാസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ പാലും അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ചൂടായി ഒന്ന് ചെറുതായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 12 ഗ്രാം ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ചൈന ഗ്രാസും ആ ഒരു പാലും കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരണം കേട്ടോ. ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/2 കപ്പിൽ കുറച്ച് കുറവ് ഒരു ടേബിൾ സ്പൂണൊക്കെ കുറവ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ കരിക്കിൻ്റെ മിക്സ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലും നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് മധുരം അത്യാവശ്യം വേണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് തണുത്ത് സെറ്റായി വരുമ്പോൾ മധുരം ഒന്ന് കുറഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം മധുരം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചുള്ള ഒരു കരിക്കിൻ്റെ പ്യൂരി ഉണ്ടല്ലോ, ആ ഒരു പൾപ്പ് ബ്ലെൻഡ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു മിക്സും കൂടെ ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് തിളപ്പിക്കണമെന്നൊന്നുമില്ല. ഇനി ആ ഒരു മിക്സിൻ്റെ ചൂട് നന്നായിട്ട് ഒന്ന് കുറഞ്ഞ് വരണം കേട്ടോ. ഒരുപാട് കുറയരുത്, കാരണം നമ്മളിതിൽ ചൈന ഗ്രാസ് ചേർത്താണ്. അപ്പോൾ നന്നായിട്ട് കുറഞ്ഞ് വന്നത് സെറ്റായിട്ട് പോകും. അപ്പോൾ നമുക്ക് കൈയൊക്കെ ഒന്ന് തൊടാൻ പറ്റിയ പാകത്തിന് ചൂടാറിയിട്ട് കിട്ടിയാൽ നമ്മൾ നേരത്തെ കരിക്കിൻ്റെ ജെല്ലി ഉണ്ടാക്കി വെച്ചില്ലേ, ആ ഒരു പുഡിംഗ് ട്രേയിലേക്ക് തന്നെ നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറേശ്ശെ ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിൽ ഞാൻ കരിക്കിൻ്റെ ആ ഒരു ജെല്ലി കുറച്ച് മാറ്റി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു ഓവർനൈറ്റ് എങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാനൊരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട്. ഇല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ തുടങ്ങി ഒരു 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക.
അപ്പോൾ ഇതാ പുഡിങ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഞാനൊരു ട്രെയിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുകളിലൊക്കെ നല്ല കരിക്കിൻ്റെ ജെല്ലി ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിന് പ്രത്യേകിച്ച് വേറെ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കരിക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ആക്കി നോക്കുക. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്തെടുക്കുക. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പുഡിംഗ് ബൗളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ ഞാനൊരു ചെറിയ പീസ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വായിലിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അലിഞ്ഞു പോകും കേട്ടോ. ആ ഒരു ജെല്ലിയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. ഈ ഒരു പുഡിങ് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനും അതേപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലും നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ മറക്കാണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതാ ഇതേപോലെ വേറൊരു പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.